ദൈവമേ, ഞാൻ കിടന്നു പെടുക്കോ എന്തോ ഭഗവാനെ, കിടന്നു പെടുക്കല്ലേ ഈശ്വര. കിടന്നു പെടുക്കത്തില്ല, കിടന്നു പെടുക്കത്തില്ല, കിടന്നു പെടുക്കത്തില്ല, കിടന്നു പെടുക്കത്തില്ല, കിടന്നു പെടുക്കത്തില്ല, കിടന്നു പെടുക്കത്തില്ല. അലാറം സെറ്റ് ചെയ്യാം. 1.5 പവൻ കാണുമല്ലേടി? 1.5 ഒന്നുമില്ല, ഒന്ന് കാണും. എന്തുവായാലും എന്തോ ഇപ്പൊ പൊന്നിന് എന്തുവാ വില? പഴയ വളയടി, ഇത് കഴുകി തന്നതാ. സോപ്പിരിക്കുന്നു കേട്ടതാ, സൈഡിന് സോപ്പിരിക്കുന്നുണ്ട്. പഴയ വളയടി, ഇതേതേണ്ട കഴുക്കുണ്ട്, ആരാണ്ട് ഇട്ട വള. എന്തുവായാലും വേണ്ടിയില്ല, ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും ആരും ഇടുന്നത് പോലും ഇല്ല. പിന്നെ കൊച്ചു കുടുംബത്തിൽ പിറന്നതായത് കൊണ്ടേ. എത്ര പവനുണ്ട് പൊന്ന്? 75 പവനുണ്ടെന്ന് പുറമേന്ന് തോന്നുന്നു. സ്വർണത്തിനൊക്കെ വെയിറ്റും ഉണ്ട്. പാവം കൊച്ചാടി. എന്താടി അമ്മയുടെ ഈ പഞ്ചാര സ്നേഹമൊക്കെ എന്നും കണ്ടാ കൊള്ളാം. എന്നാലും നേരത്തെ കയറി അങ്ങ് കഥ അടച്ചല്ലേ, നാണമാവത്തില്ല ഇവത്തുങ്ങൾക്ക് ഇത്ര നേരത്തെ? സമയം കണ്ടില്ലേ, 10:30 പോയി കിടന്ന്. കൈകൊട്ടിക്കളി അല്ലയോടി ഞങ്ങൾക്ക്. നീ എന്നെ ഇങ്ങനെ അടിച്ചെന്തിനാ? 10:35, 11:35, 12:35, 1:35, 2:35, 3:35, 4:35, 5:35, 6:35. 6:30 എണീക്കാം. ഈശ്വര, ഞാൻ ഉറങ്ങില്ലേ, 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 ഉറങ്ങില്ലേ. തട്ടല്ല തട്ടിയോളൂ, ഞാനൊരു തട്ടല്ല തട്ടിയോളൂ. കുഞ്ഞാണി നിർത്തൽ, കുഞ്ഞാണി നിർത്തൽ. നാളെ നീ ഒരു അമ്മായിയമ്മയാണോ ആലോചിച്ചോണം. ഞാനൊന്നും ഒരുത്തന്റെ അമ്മായിയമ്മ ആവത്തില്ല. നിന്റെ ചെറുക്കൻ എന്തോ പിന്നെ സന്യസിക്കാൻ പോന്നോ? കൈകൊട്ടിക്കളി അല്ലയോടി. നിന്റെ കൈകൊട്ടിക്കളി അവിടെ തീർത്താ മതി. നീ ഇല്ലയോ കൈകൊട്ടിക്കളിക്ക് വരുന്നില്ലേ? നീ പ്രാക്ടീസ്? എടി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു, ഞാൻ പഠിച്ച് ജാനകി അതുണ്ട്. പിന്നെ മലമലിലൂയ അതുണ്ട്. പിന്നെ ഇപ്പൊ വൈദ്യ വിജയം കൂടെ ഒന്ന് ചേർക്കടി. നീ എപ്പ ചേരാനാ? ഞാൻ എന്നോട്ടേ നിന്നോട് പറയുന്ന കൈകൊട്ടിക്കളിക്ക് വന്ന് ചേരാനെന്ന്. എന്നാടി 27-ാം തീയതി നമ്മുടെ കുന്നിങ്ങൽ അമ്പലത്തിൽ വെച്ച്. കുന്നിങ്ങ കൊല്ലം വള്ളിക്കീഴ് കുന്നിങ്ങ. നിനക്ക് അറിയത്തില്ല, നിനക്കൊരു മരുമോള് വന്നപ്പോഴത്തേന് നീ എല്ലാം അങ്ങ് മലന്ന്. കൈകൊട്ടിക്കളി ഉണ്ടോടി? ഉണ്ട്. പാസിയണ്ണനൊക്കെ വരും. പാസിയണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഞാനോട് വരട്ടെ. നീ വന്ന് കാണ്. ഇനിയിപ്പൊ പ്രാക്ടീസ് ഇനിയിപ്പോ എളുപ്പമല്ല. ഞാൻ എല്ലാ ഐറ്റവും പഠിച്ചു. അവളുമാരവിടെ കിടന്ന് തുള്ളുവാ. പഠിച്ചില്ല ഒരെണ്ണം. പഠിച്ചില്ല. പക്ഷെ നീ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. പിന്നല്ല, നീ പാല്. ഇതിനകത്ത് മോക്ക് വേണ്ട എല്ലാ പ്രോട്ടീൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. കുടിച്ചോ. അയ്യോ, ഞാൻ രാത്രിയിൽ ഈ ദ്രാവകാവസ്ഥയിലുള്ള സാധനങ്ങളൊന്നും കുടിക്കാറില്ല. കാര്യം എനിക്കത് ഡൈജസ്റ്റ് ആവാൻ. കുടിക്കേടി ചേട്ടൻ കൂടി. ഞാൻ ഇറങ്ങട്ടേടി. ഇറങ്ങുവാന്നോടി? അവന് കറിയൊന്നും ഇല്ല. അച്ചാറ് വല്ലതും ഇരിപ്പുണ്ടോ മിച്ചം? നീ നാളെ കുപ്പിയൊക്കെ ആയിട്ട് വാ, എല്ലാം എടുത്ത് വെച്ചേക്കാം. ശരി, എന്നാ ഇറങ്ങട്ടെ. നീ ഇറങ്ങ. കൊടുക്കാണെങ്കിൽ വരട്ടെ. ചേട്ടൻ എപ്പോഴും കുടിക്കുന്നതാ. ചേട്ടന് വലിയ ക്ഷീണമൊന്നുമില്ല. മോള് കുടി. കുടി. ബാക്കി ചേട്ടൻ കുടിക്കേ. പൂട്ടണം, കഥവൊക്കെ അടച്ച് പൂട്ടണം. വിളിക്കട്ടെ. നിന്റെ കയ്യിലൊന്നും നീ മരക്കഴുതയായിപ്പോയല്ലോ. നിനക്ക് ആ സ്വർണം മേടിച്ച് വെക്കണ്ട എല്ലാരുന്നാ. അണ്ണ ഇങ്ങോട്ട് വന്നു കയറിയ പെണ്ണിനോട് ഉടനെ സ്വർണം ചോദിക്കുന്നത്? നിന്റെ അമ്മായിയമ്മ നിന്റെ അടുത്ത് എന്നാ മേടിച്ച സ്വർണം? എന്നാ മേടിച്ച? ചെന്ന് കയറി അന്ന് മേടിച്ചോ? എന്നിട്ട് തട്ടാനെ വിളിപ്പിച്ച് ഒരപ്പിച്ച് നോക്കിയായിരുന്നോ? അരപ്പവൻ കുറവാന്നും പറഞ്ഞ് എന്നെ വിളിപ്പിച്ചോ? അരപ്പവൻ ഞാൻ എന്റെ മോതിരമാണോ ഊരി കൊടുത്തത് നിന്റെ അമ്മായിയമ്മയ്ക്ക്? നീ അങ്ങനെ കാണിക്കണം. പെണ്ണും സ്വത്തുവാ, അതൊക്കെ ഭദ്രമാക്കണം. മനസ്സിലായോ? രമണ എന്തു അമ്മാവാ? അല്ല മോനെ, പിന്നെ സ്വർണമൊക്കെ പൂട്ടി വെച്ചോ? പൂട്ടി വെച്ചമ്മാവാ. അല്ല, പിന്നെ കല്യാണം കഴിഞ്ഞ വീടാന്നേ. അപ്പം അത് പൂട്ടി ഭദ്രമായിട്ട് വെച്ചില്ലെങ്കിൽ അറിയാലോ അവസ്ഥ. ഒരു കാര്യം കൊണ്ടാ ഇനി കൊണ്ടാ. വേണ്ടമ്മാവ, ഞാൻ സൂക്ഷിച്ചോളാം. ഒത്തില്ല. ഞാൻ പറഞ്ഞില്ലേ അണ്ണ, അവൻ ഇനി എന്തൊക്കെ വിചാരിക്കും. എന്തോ വിചാരിക്കാനാ?
നീ നയപരമായിട്ട് ചോദിച്ച സാധനം ഇനി മേടിക്കണം, മനസ്സിലായോ? ഒരു ദിവസം കഴിയട്ടെ. ആ വളയിട്ടായിരുന്നു. ഓ ഒരു വള. രമണ ശരി എന്നാ അമ്മാവൻ പോയി കിടന്നാട്ടെ. ഇങ്ങോട്ട് വാങ്ങണ്ണ. അണ്ണ വേണ്ട. നീ ചോറിട്, നീ ഭയങ്കര വിശപ്പ്, ഗ്യാസ് കയറി. നീ എന്തു കിടന്ന് പ്രാർത്ഥിക്കുന്ന? എനിക്ക് മനസ്സിലായി, നീ വിഷമിക്കണ്ട. നമുക്ക് പതുക്കെയൊക്കെ മതി. നമുക്ക് കുറച്ച് നാൾ നല്ല ഫ്രണ്ട്സായിട്ടൊക്കെ അങ്ങോട്ട് പഴകാം. എന്നിട്ട് മതി. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങും. നിൻ്റെ സമാധാനമാണ് എൻ്റെ സന്തോഷം. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. ഞാനും ഉറങ്ങാൻ പോവുക. ഉറങ്ങാം. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते नरशार्दूल कर्तव्यं നേരം വെളുത്ത് ഓർമ്മ വെച്ച കാലത്തിൽ ആദ്യമായിട്ടാ കിടന്നു വെടുക്കാതെ രാവിലെ എണീക്കുന്നത്. ഒരാളെ ഭാര്യയായില്ലേ, പക്വതയും പാകതയൊക്കെ വന്നു കാണും. ബാത്റൂമിൽ കയറി ആദ്യം കുളിക്കാം. അമ്മായിമ്മ സോപ്പിടണ്ടായോ? ബാത്റൂമിനകത്തൊരു ബാത്റൂമോ? കൊള്ളാലെ സെറ്റപ്പ്. നല്ല അടിപൊളി കക്കൂസ്, നല്ല മോഡൽ കക്കൂസ്. വാമോളെ ഒന്ന് മൂത്രമൊഴിച്ച് നോക്ക്. ഇന്നലെ മൊത്തം മൂത്രം ഒഴിക്കാത്ത നല്ല മൂത്രശങ്ക. ഐശ്വര്യമായിട്ട് മൂത്രം ഒഴിക്കാം. ഹായ് കുഞ്ഞു ഷവർ, ഇത് കയ്യിൽ വെച്ച് കുളിക്കാവോ? ഹലോ. എടി ഞാൻ കിടന്നു പെടുത്ത്. ഇനി ഞാൻ എന്തോ ചെയ്യും? ഞാൻ നാണം കെട്ട് നാറി. ഞാനിവിടെ നിന്ന് ഇറങ്ങി പോട്ടെ? നിൻ്റെ വീട്ടിലോട്ട് വരട്ടെ? അതോ നീ എൻ്റെ വീട്ടിലോട്ട് വരുമോ? എന്തെങ്കിലും ഒന്ന് പറയടി. ഇനിയിപ്പോൾ സാരമില്ല, നീ അവിടെ എന്തെങ്കിലും മറിച്ചിട്ട് ആ പയ്യ ബെഡ്ഷീറ്റ് എടുത്തങ്ങ് മാറ്റ്. ശരി. നിന്നോട് ഞാൻ അലാറം വെക്കണേ പറഞ്ഞല്ലേ? ശരി ശരി വെച്ചോ വെച്ചോ. ഇത് അമ്മയടുത്ത് ഞാൻ പെണ്ണ് കെട്ടുന്നില്ലെന്ന് പറഞ്ഞു. Je vous aime.